മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ? ശരി, വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. ബാറുകൾ ഇനോഗ്രേറ്റ് ചെയ്തതിന്റെ പേരിൽ അതിന്റെ വീഡിയോസ് ഇട്ടതിന്റെ പേരിൽ 4 എക്സൈസ് കേസ് നിലവിലുള്ള ഒരാളാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രം ദുബായി പോയിട്ട് സ്വന്തമായിട്ട് ബാർ തുടങ്ങിയ ആളാണ്. പലപ്പോഴും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ ആരും ഒരു ഇൻഫ്ലുവൻസറും ബാറുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ആരെയും വിളിക്കാത്തോണ്ടല്ലേ. ഒരു ബാർ എന്ന് പറയുന്നത് ഞാൻ ഇനോഗ്രേറ്റ് ചെയ്താൽ ഇല്ലെങ്കിലും അതിൽ ആള് വരും. അത് ശരിയാ, അത് ശരിയാ. കാരണം ഒരു പൂജ നടത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ നടത്തിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ് അല്ലേ. അവിടെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. അല്ലാതെ ശരിയാണോ തെറ്റാണോ? എന്തുകൊണ്ട് സർക്കാർ വിൽക്കുന്നു? ഇതൊരു മോശം സാധനമാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ വിൽക്കുന്നു? നിന്റെ കാര്യത്തിൽ തീരുമാനം. അല്ല, സർക്കാരിന്റെ ബിസിനസ് പ്യൂർലി ബിസിനസ് ആണ് ചെയ്യുന്നത്. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് കഞ്ചാവ് ബിസിനസ് ചെയ്യാത്ത ഒരു സർക്കാർ? അത് താൻ ആരോടാണോ ഉടക്കാൻ നിൽക്കണ്ട. ഡാഡി പറഞ്ഞത് ശരിയാ. കണ്ടാലറിയാൻ ചെറ്റയാണെന്ന്. ഇവന്മാരായിട്ടൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. കുടിക്കുന്ന ആൾക്കാരുടെയൊക്കെ പിന്നെ കരളും മിക്കവാറും വാടിക്കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസ് എടുക്കേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ ഒക്കെ പേരിലാണ്. കാരണം പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ പുള്ളി മദ്യപിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. താങ്കൾ ഈ നമ്മുടെ ഷൂട്ടിംഗ് ഫ്ലോറിൽ വന്നിരുന്നിട്ട് വലിയ ഗമയിൽ എനിക്ക് സമ്മാനം കിട്ടി, അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ അവാർഡ് കിട്ടി എന്ന് പറയുന്നതിനേക്കാളും ഗ്രാൻഡ് ആയിട്ടാണ് താങ്കൾ പറയുന്നത് ഞാൻ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മാഡം ഇപ്പൊ തലയിൽ അടിച്ചിരിക്കുന്ന ബ്രൗൺ കളർ, അത് നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ഭയങ്കര കേടാണ്. ഏത് നശിച്ച നിമിഷത്തിലാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത്? മാഡം ഇത് അടിച്ച് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്യില്ലേ. PPD എന്നൊരു കമ്പോണന്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് സ്കിൻ അലർജി ഉണ്ടാവും, കിഡ്നി ട്രബിൾ ഉണ്ടാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ. അപ്പൊ അതുപോലെ തന്നെയാണ് മദ്യം കഴിച്ചാൽ ലിവർ സിറോസിസ് ഉണ്ടാവും. അത് മദ്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അതിനേക്കാളും വലിയ ഹാംഫുൾ കെമിക്കലാണ് നിങ്ങൾ തലയിൽ അടിച്ചിരിക്കുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. കെമിക്കൽ അല്ലേ നീ തലയിലടിച്ചിരിക്കുന്ന മൈലാഞ്ച് മെഹന്തി മിക്സ് ചെയ്താണ് അടിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല മാഡം, മെഹന്തി മിക്സ് ചെയ്ത് അടിച്ച ഈ കളർ വരില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. പക്ഷെ ഞാൻ അമോണിയ യൂസ് ചെയ്യാത്ത കളറാണ് അടിച്ചിരിക്കുന്നത്. PPD അമോണിയ യൂസ് ചെയ്തില്ലെങ്കിൽ PPD ആണ് അതിന്റെ കണ്ടന്റ്. ഞാൻ ഇതിനെ കുറിച്ച് വളരെയായിട്ട് പഠിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഏത് മുടി വിഗ് ആണോ? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയെന്നല്ലോ ഞാൻ തലയിൽ വെച്ചിരിക്കുന്നത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. അതുകൊണ്ട് മാഡത്തിന് അതിന്റെ അകത്ത് കുറച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ താങ്കളുടെ മുടി വിഗ് ആണോ എന്ന് ചോദിച്ചിട്ട് താങ്കൾ ഇപ്പൊ റിപ്ലൈ ചെയ്ത് എങ്ങനെയാണ്? മാഡത്തിന്റെ ഒരു സ്ഥലത്തെ മുടിയല്ലോ, മാഡത്തിന്റെ തലയിലെ മുടിയല്ലോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓ അങ്ങനെ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പോകുന്നു. ബൈ ബൈ.